ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എത്ര പേർക്ക് ഹാർട്ടുണ്ട് ഇവിടെ? തപ്പി നോക്കി, അടിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ഹാർട്ട് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പോലും അറിയാതെ എല്ലായ്പ്പോഴും ജീവൻ നൽകുന്ന രക്തം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടെത്തിക്കാൻ ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇൻറ്റൻഷണൽ പോലുമല്ല. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ശക്തി പകരാൻ വേണ്ടി അകത്ത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പെർമിഷൻ കൊടുക്കണോ? ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് കർത്താവ് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്കും വിടുതലിലേക്കും നന്മകളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ മനസ്സിന് മുറിവേറ്റപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഒരുപക്ഷെ കാണുകയില്ല. ജീവിതത്തിൽ മുറിവേറ്റ് പല വാക്കുകൾ കൊണ്ട് മുറിവേറ്റപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെ കുടുംബജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ, ജോലിയിടങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന മറ്റ് സമൂഹത്തിൽ ഒക്കെ പലരുടെയും വാക്കുകൾ കൊണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുള്ള ആളുകൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മുറിവുകളെ എല്ലാം സൗഖ്യമാക്കി അതിനെ പൊറിപ്പിച്ച് അതിൻ്റെതായ രീതിയിൽ അതിൽ ആ ബന്ധങ്ങളെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാൻ, അതിനെ കൂടുതൽ ശക്തിമത്താക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ നാടൻ ഭാഷയിലൊക്കെ ഏതെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയും, മുറിച്ചിട്ട് പറയും, ഇത് കൂടിയാൽ എന്ന് കൂടും, അന്നേ ഞാൻ ഈ വ്യക്തിയായിട്ട് കൂടത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അത്രയും ദൃഢമായിട്ട് തീരുമാനമെടുക്കാൻ കാരണം അത്രയും ആഴത്തിൽ ഹൃദയത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുറിവുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള, സഹിക്കുവാനുള്ള, പൊറുക്കുവാനുള്ള ആ വലിയൊരു കൃപ കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ കാര്യഗതികളോടോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ദൈവം അതിനുള്ള കൃപയും ശക്തിയും നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെൽവിഷനാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ജോലി ലഭിച്ചതിന് കർത്താവിനോട് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ജൂലൈ 13 പുതിയ ജോലി ആരംഭിക്കുന്ന മകൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രീതിയും സംരക്ഷണം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂലൈ അവസാനം മകൻ്റെ ജന്മദിനമാണല്ലോ. താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. പുതിയ സ്ഥാപനത്തിൽ മകന് ഡേ ഷിഫ്റ്റിൻ്റെ ജോലി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്നൊരു കോ സ്പോൺസർ കൂടെയുണ്ട് നമുക്ക്. തൃശ്ശൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. മകളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായിട്ട് നല്ലൊരു ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ കർത്താവെ. സ്വന്തമായിട്ട് ഒരു വീട് അവർക്കുണ്ടാകട്ടെ. രണ്ടാമത്തെ മകൾ കർത്താവിലേക്ക്, വിശ്വാസത്തിലേക്ക് അവൾ കടന്നു വരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു തേനിനേക്കാൾ തേൻകട്ടേക്കാൾ മധുരതരമായിട്ടുള്ള ഈ വചനം നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും എല്ലാവർക്കും കുളിർമ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പുതിയ മാസത്തിൻ്റെ 1-ാം ദിവസം, ജൂലൈ മാസം 1. കഴിഞ്ഞ ഒരു മാസം നമ്മളെ കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് നമ്മളെ വഴി നടത്തി. ഒരു സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷിങ് നമ്മൾ കണ്ടു. എന്നാൽ ഈ മാസം, ജൂലൈ മാസം, ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ്, അസാധാരണമായ ശക്തീകരണത്തിൻ്റെ ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു മാസം 1-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള ദിവസം നമ്മുടെ ഫോക്കസ് മുഴുവൻ എങ്ങനെ നമ്മെ കർത്താവിൽ ശക്തീകരിക്കാം, ദൈവം നമ്മെ ഏതെല്ലാം രീതിയിൽ ശക്തീകരിക്കും എന്നുള്ളൊരു ഫോക്കസിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങളുടെ ഡിവോഷൻ ഡയറി എടുക്കുക, അതിൻ്റെ ഫോക്കസ് വേർഡ് നോക്കുക, പവർ ഫ്രം ഓൺ ഹൈ, ഉയരത്തിൽ നിന്നുള്ള ശക്തി. എല്ലാവരും ഈ സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷിലാണെങ്കിൽ പവർ ഫ്രം ഓൺ ഹൈ.
മലയാളത്തിലാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി. ഒരാൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്കാണ്. ലോകത്തിലെവിടെ നിന്ന് നിങ്ങൾ കാണുന്നുവെങ്കിലും ഈ വാക്കുകൾ ടൈപ്പ് ചെയ്യുക. ഉയരത്തിൽ നിന്നുള്ള ശക്തി, പവർ ഫ്രം ഓൺ ഹൈ. ഒരുപക്ഷെ ലൈവായി കാണുകയായിരിക്കാം, റീപ്ലേ ആയിരിക്കാം, പക്ഷേ ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാവൂ. ആക്ട്സ് 1:8 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. യു വിൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് ഓൺ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ഡെക്ലറേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ റിസീവ് ഫ്രഷ് പവർ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ടുഡേ. ഇന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ പുതിയ ശക്തിയെ സ്വീകരിക്കുന്നു. ഐ ലിവ് ആൻഡ് മൂവ് ഇൻ ഡിവൈൻ സ്ട്രെങ്ത്. ഞാൻ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് ദൈവിക ശക്തിയിലാണ്. അതാണ് എൻ്റെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്നത്തെ പാസേജുകൾ വായിച്ച് ടിക്ക് ചെയ്യുക. പവർ ഫ്രം ഓൺ ഹൈ അഥവാ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെക്കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്പർ 1, ഗോഡ് നെവർ ഇൻറ്റൻഡഡ് us ടു ലിവ് ദ ക്രിസ്ത്യൻ ലൈഫ് ഇൻ അവർ ഓൺ സ്ട്രെങ്ത്. ദൈവം ഒരിക്കലും നമ്മുടെ സ്വന്തം ശക്തിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൊണ്ട് പറഞ്ഞോട്ടെ. സ്വന്തം ശക്തിയിൽ വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം നാം നയിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഏത് ശക്തിയിൽ ജീവിക്കും? അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ ശക്തിയിൽ നമുക്ക് ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം, ദൈവത്തോടു കൂടെയുള്ള ജീവിതം ഒരിക്കലും നമുക്ക് നയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ശ്രമിച്ചാൽ അതിൻ്റെ പേരാണ് മതം. മനുഷ്യരായി ദൈവത്തോടടുക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിൽ എല്ലാവിധ മതങ്ങളും ഉണ്ടായത്. സോ ബിഫോർ ദ ഡിസൈപ്പിൾസ് വെർ സെൻറ്റ് ഇൻ ടു ദ വേൾഡ്, ജീസസ് ടോൾഡ് ദം ടു വെയിറ്റ് ഫോർ പവർ. ഏകദേശം 3 വർഷത്തോളമുള്ള ശിഷ്യന്മാർക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞു. യേശു കർത്താവ് യാഗബലിയായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കർത്താവ് ഒരു കാര്യം പറഞ്ഞു: ഓക്കെ, ഇത് ലോകം മുഴുവനും നിങ്ങൾ ചെന്ന് പറയണം, വിശ്വസിക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെടും. പക്ഷേ അതിന് മുൻപ് നിങ്ങൾ നഗരത്തിലേക്ക് ചെന്ന്, അഥവാ ജെറുസലേം നഗരത്തിലേക്ക് ചെന്ന് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് പിതാവിൻ്റെ വാഗ്ദത്തം? പരിശുദ്ധാത്മാവും അവ നൽകുന്ന ശക്തിയും. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും ആവശ്യമായ ഫ്യൂവൽ, ശക്തി തരാം. ഒരിക്കലും സ്വന്തം ശക്തിയിൽ ഊന്നരുത്. സ്വന്തം ശക്തിയിൽ ഊന്നിയാൽ അത് ജഡത്തിൽ ആശ്രയിക്കുന്നതിന് തുല്യമാണ്. ജഡത്തെ തൻ്റെ ഭുജമാക്കി, അല്ലെങ്കിൽ ജഡത്തെ ആശ്രയമാക്കി കഴിഞ്ഞാൽ ശാപമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ, അഥവാ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വരുന്നതിന് മുൻപ് ദേ ഹാഡ് നോളജ്. കർത്താവിൽ നിന്ന് കേട്ട ഒത്തിരി കാര്യങ്ങളൊക്കെ അറിവ് അവരുടെ അകത്തുണ്ട്. ദേ ഹാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കർത്താവിനോട് കൂടെ ഇത്രയും വർഷങ്ങൾ നടന്ന് ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു, ഹീലിംഗ് മിനിസ്ട്രി കണ്ടു, പ്രീച്ചിങ് മിനിസ്ട്രി കണ്ടു, പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ കണ്ടുള്ള അനുഭവ പരിചയ സമ്പത്ത് ഉണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന്, അഥവാ കർത്താവിൽ നിന്ന് നേരിട്ട് ട്രെയിനിങ് കിട്ടാൻ അവർക്ക് ഭാഗ്യം കിട്ടി. ദേ ഹാഡ് വിറ്റ്നസ്ഡ് മിറക്കിൾസ്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നത് നേരിട്ട് കണ്ടവരാണ്. മാത്രമല്ല കർത്താവിൻ്റെ മഹിമ കണ്ടു. അതുകൊണ്ടാണ് പത്രോസൊക്കെ എഴുതുന്നത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. വെറും സാക്ഷികളല്ല, അവൻ്റെ മഹത്വം ഞങ്ങൾ നേരിൽ കണ്ടു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യം അവരെ ഒരു വലിയ മലയിലേക്ക്, മറുരൂപമല എന്ന് ഇന്നറിയപ്പെടുന്ന താബോർ മലയിലേക്ക് യേശു കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. അവിടെ വെച്ച് അവരെ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മയും അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത്, ആ തേജസ് നേരെ കണ്ടു. യോഹന്നാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും, ഞങ്ങളുടെ വിരലുകൾ കൊണ്ട് ഞങ്ങൾ സ്പർശിച്ചതും, ഞങ്ങളുടെ കാതുകൾ കൊണ്ട് ഞങ്ങൾ കേട്ടതുമായ ആ ജീവൻ്റെ വചനം. ഇതൊക്കെ അവരുടെ പശ്ചാത്തലത്തിലുണ്ടെങ്കിലും ഇനി ഒരു കാര്യം കൂടി വേണം: ഉയരത്തിൽ നിന്നുള്ള ശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നേരത്തെ ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ ഒന്നും കൂടി ടൈപ്പ് ചെയ്തിടുക: പവർ ഫ്രം ഓൺ ഹൈ അഥവാ ഉയരത്തിലെ ശക്തി. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക: ഉയരത്തിൽ നിന്നുള്ള ശക്തി. സെഖര്യാവിൻ്റെ പുസ്തകം 4:6 നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ
ബട്ട് ബൈ മൈ സ്പിരിറ്റ്. വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. ഒരു വിശ്വാസിയുടെ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം അവൻ്റെ ശക്തിയാൽ, അവൻ്റെ ആത്മാവിനാൽ ആയിരിക്കണം. യോഹന്നാൻ 15:26 ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് വിൽ ടെസ്റ്റിഫൈ അബൌട്ട് മീ. സത്യത്തിൻ്റെ ആത്മാവ് എനിക്ക് സാക്ഷ്യം വഹിക്കും. നിങ്ങളല്ല സാക്ഷിയാകുന്നത്. നിങ്ങൾ സാക്ഷിയാകുമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സാക്ഷിയാകുന്നത് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എഫെസ്യ ലേഖനം 3:16 സ്ട്രെങ്തൻഡ് വിത്ത് പവർ ത്രൂ ഹിസ് സ്പിരിറ്റ് ഇൻ യുവർ ഇന്നർ ബീയിങ്. നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ആന്തരിക മനുഷ്യനിൽ അവൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടിട്ട് എന്നെഴുതിയിരിക്കുന്നു. സോ ഗോഡ്സ് വർക്ക് റിക്വയേഴ്സ് ഗോഡ്സ് പവർ. ദൈവവേലയ്ക്ക് ദൈവശക്തി വേണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ എല്ലാവരും. ദൈവവേലയ്ക്ക് ആവശ്യം ദൈവശക്തിയാണ്, മനുഷ്യൻ്റെ ശക്തിയല്ല. ദൈവവേലയ്ക്ക് ആവശ്യം ദൈവത്തിൻ്റെ ശക്തിയാണ്. എല്ലാവരും വാഗോട്ടൊന്ന് പറയാമോ? ദൈവവേലയ്ക്ക് ആവശ്യം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇലക്ട്രിക് ട്രെയിൻ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇന്നിപ്പോൾ ഏതായാലും കൽക്കരി എൻജിനുള്ളതൊന്നും നമുക്ക് കാണാനില്ല. ഡീസൽ എൻജിനും മറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിക്കവാറും എല്ലായിടത്തും ഇലക്ട്രിക് ട്രെയിനുകളാണ്. ഇലക്ട്രിക് ട്രെയിൻ എങ്ങനെ അറിയുന്നത്? ഇലക്ട്രിക് ട്രെയിനിൽ നമ്മൾ നോക്കിയാൽ മതി, ആ എൻജിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു കമ്പി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. അത് മുകളിൽ ഉള്ള ഒരു ഇലക്ട്രിക് ലൈനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോഴാണ് ഇത് മുന്നിലേക്ക് കുതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ട്രെയിനിലാണ് നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എൻജിൻ വെച്ചു, ബോഗികളെല്ലാം വെച്ചു, എല്ലാം റെഡിയാണ്. എവറിത്തിങ് ഈസ് റെഡി. അതിനകത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം, തലയിണ, പുതപ്പ്, കമ്പിളി, കൊടുക്കാനുള്ള ഭക്ഷണം എല്ലാം റെഡിയാണ്. TTR റെഡി, പാസഞ്ചേഴ്സ് റെഡി, എല്ലാം റെഡി. എന്നാൽ മുകളിലേക്കുള്ള ഈ കമ്പിയും ആ ഇലക്ട്രിക് ലൈനിൽ ടച്ച് ചെയ്യാനുള്ള സൂത്രം ഇല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ഇത് മുന്നിലേക്ക് പോകുക. സോ ഉയരത്തിലെ ശക്തിയുമായി കണക്ട് ചെയ്യാതെ നമുക്കൊരു പ്രോഗ്രസ് ഇല്ല. ഇത് തന്നെ കർത്താവ് പറയാം, നിങ്ങൾ നഗരത്തിൽ പോയി ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം കാത്തിരിക്കണം. കിട്ടിയിട്ട് മാത്രം മുന്നിലേക്ക് പോയാൽ മതി. സോ നമ്പർ 2, the Holy Spirit empowers ordinary people for extraordinary purpose. അസാധാരണമായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ മനുഷ്യരെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു. കർത്താവ് ചെയ്യുന്ന പരിപാടി കണ്ടോ? അസാധാരണമായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ മനുഷ്യരെ കർത്താവ് ശക്തീകരിക്കുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷേ മിക്കവാറും എല്ലാവരും സാധാരണക്കാരായിരുന്നു. രാജകുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? നോ. മുക്കുവന്മാർ, രാഷ്ട്രീയത്തിലൊക്കെ കിടന്നവർ, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തവർ, ഇങ്ങനെയൊക്കെയുള്ളവരെ കർത്താവ് തിരഞ്ഞെടുത്തത്. ഒത്തിരി ഹൈ പ്രൊഫൈൽ ആരും അവിടെ ഇല്ല. ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാകാൻ വേണ്ടി ആ സമയത്ത് നിക്കോദേമസിനെ പോലും കർത്താവ് ഈ 12 പേരിൽ തിരഞ്ഞെടുത്തില്ലല്ലോ. അരിമത്യക്കാരൻ യോസഫും ആ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തിൽ ഇല്ലല്ലോ. ഈ 12 പേരെ ലോകം കീഴ്മേൽ മറിക്കാനുള്ള, ലോകം മുഴുവൻ തൻ്റെ മിഷനുമായി പോകാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത് സാധാരണ മനുഷ്യരെയാണ്. സാധാരണ മനുഷ്യരാരൊക്കെ ഉണ്ട്? അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ക്രിസ്തുവിലൊരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? സാധാരണക്കാരായിരിക്കാം, പക്ഷെ ഉയരത്തിൽ നിന്നുള്ള ശക്തി വരുമ്പോൾ അസാധാരണമായ ദൈവവേലയ്ക്ക് വേണ്ടി അവൻ നമ്മെ ശക്തീകരിക്കുന്നു. D.L. മൂഡി എടുത്താലും, ജോൺ വെസ്ലി എടുത്താലും, ചാൾസ് സ്പർജൻ എടുത്താലും, ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള ആരെ വേണമെങ്കിലും എടുത്തോളൂ, അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്തത് ഒരു കാലത്ത് അവർ സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവരെ ഒരു ആയുസ്സിൽ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക്, സ്വന്തം തലമുറയ്ക്കപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ, നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് അവരുടെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങോ, അവരുടെ വിസ്ഡമോ, നോളജോ, അവരുടെ വിദ്യാഭ്യാസമോ, അവരുടെ ആസ്തിയോ സമ്പത്തോ ഒന്നുമല്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉയരത്തിൽ നിന്നുള്ള ശക്തി, പവർ ഫ്രം ഓൺ ഹൈ. അത് ഇനിയും ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തത്. സോ ദ ഡിസൈപ്പിൾസ് വർ ഫിഷർമെൻ, ടാക്സ് കളക്ടേഴ്സ് ആൻഡ് ഓർഡിനറി മെൻ. എന്ന് നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. When the Holy Spirit came, fearful followers became bold witnesses. ഭയചകിതരായിരുന്ന, ഒത്തിരി ഭീരുത്വത്തിന് അടിമകളായി തീർന്ന ശിഷ്യന്മാർ
പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ധൈര്യമുള്ള സാക്ഷികളായി മാറി. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1 തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേരിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റിമണി വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനിയൊരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31 തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 4:31 they were filled with the Holy Spirit and spoke the word boldly. അവർ ശക്തി നിറഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് വന്ന് എന്ന് വെച്ചാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ, പീഡനങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ, അത് ഏത് ലെവലിലാണെന്നറിയാം, പഞ്ചായത്ത് ലെവലിലല്ല, സെൻട്രൽ ഗവൺമെൻറ് ലെവലിൽ എന്ന് വെച്ചാൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് പീഡനം അഴിച്ചു വിട്ടിരിക്കുന്നത്. സാധാരണ ലെവലിലല്ല, നാട്ടു ലെവലിലല്ല ഇത് സംഭവിക്കുന്നത്. അപ്പോഴാണ് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. ദൈവം അതിന് നൽകിയ മറുപടി എന്തായിരുന്നു? അവരുടെ മേലൊരു ഭയങ്കര ശക്തി ഇറങ്ങി അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നിരുന്ന സ്ഥലം വരെ ഷേക്ക് ചെയ്തു. ഞാനിങ്ങനെ എൻ്റെ സാങ്കല്പിക കണ്ണിലിങ്ങനെ കാണുകയാണ്. ഒരു കൂട്ടം വിശ്വാസികൾ ഇങ്ങനെ നിന്ന്, ദൈവമേ, നിനക്കെതിരെ, നിൻ്റെ പുത്രനെതിരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് കാണണമേ, നീ സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുകയാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി പ്രാർത്ഥിക്കുമ്പോൾ വചനം സംസാരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരേന്ന് പറയുവല്ല, നിൽക്കുന്ന സ്ഥലത്തൊരു ഭൂകമ്പം ഉണ്ടാകുക. ഇവരെല്ലാം ഒരു ഭയങ്കരമായ ശക്തിയിലും ധൈര്യത്തിലും നിറഞ്ഞിട്ട്, പിന്നെ അവർക്ക് പീഡനം ഉണ്ടോ ഇല്ലേ അതൊന്നൊരു വിഷയമല്ല, ഇവരുടെ അകത്തുള്ള ആത്മശക്തിയോടുകൂടെ ഒന്നിനെയും കൂസാതെ വെല്ലുവിളികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് ഓടുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 4-5 വചനങ്ങളിൽ ഡെമൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ്സ് പവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പൗലോസ് ഏഥൻസിൽ ശുശ്രൂഷിച്ചപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഫിലോസഫേഴ്സും ഭയങ്കര ജ്ഞാനികളും ഒക്കെ ആയതുകൊണ്ട് ആ ലെവലിലൊക്കെ കുറേ ജ്ഞാനത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും കൊരിന്തിലേക്ക് എത്തിയപ്പോൾ പോളിസി മാറ്റി. അത് പറഞ്ഞിട്ട് വലിയ ഗുണമൊന്നുമില്ല. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എന്ന് വെച്ചാൽ പൗലോസ് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഭയങ്കരമായ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ട ജനം പത്രോസിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ജ്ഞാനത്തിൻ്റെ എൻറ്റൈസിങ് വേർഡ്സിലല്ല, ഒറേറ്ററി സ്കിൽസിലല്ല, ഭാഷ ചാതുര്യത്തിലല്ല, പകരം അവർ നോക്കുന്നത് പൗലോസ് ഇങ്ങനെ സാധാരണ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്യന്തമായ ഒരു ആത്മശക്തി ഇറങ്ങിയിട്ട് ജനങ്ങൾ സ്വതന്ത്രമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, വലിയ മിറക്കിൾസ് നടക്കുന്നു. ഇതാണ് തന്നെ അവരെ
വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരം മനുഷ്യരുടെ വശീകരണ വാക്കുകളായിരുന്നില്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. 2 തിമോത്തിയോസ് 1:7 ഗോഡ് ഹാസ് ഗിവൻ us പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് എന്നവിടെ എഴുതിയിരിക്കുന്നത്. So the Spirit does not merely improve our ability, He transforms capacity. കർത്താവ് നമുക്ക് നമ്മുടെ കഴിവുകളെ അങ്ങ് ഇത്തിരി വികസിപ്പിച്ചെടുക്കുന്ന പരിപാടിയല്ല ചെയ്യുന്ന, പകരം നമ്മുടെ കഴിവിൻ്റെ സ്കോപ്പിനെ തന്നെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. വേറൊരു ദൈവികമായ സ്കെയിലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു സാധാരണ ഇരുമ്പ് കഷ്ണത്തെ മാഗ്നറ്റാക്കി മാറ്റാൻ പറ്റും, പവർ ഉള്ളതാക്കി മാറ്റാൻ പറ്റും എന്നറിയാമോ? എനിക്ക് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായ കാര്യമാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സാധാരണ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്ന് അതുമായി സംസർഗത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ കാന്തിക ശക്തി, മാഗ്നറ്റിക് പവർ ഇതിലേക്ക് കൂടെ കിട്ടുകയാണ്. അപ്പോൾ അതുവരെ സാധാരണ പേപ്പർ വെയിറ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കാവുന്ന ഇരുമ്പിൻ്റെ കഷ്ണം ഇപ്പോൾ അത് മാഗ്നറ്റിക് പവർ കൊണ്ട് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. എങ്ങനെ കിട്ടിയത്? വലിയൊരു മാഗ്നറ്റിൽ നിന്നും ആ ഫീൽഡ് മാഗ്നറ്റിക് പവർ ഇതിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെട്ടു. ഇതുപോലെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വന്നിട്ട് അത് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, ആ ശക്തി നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. 3-ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ദ ഹോളി സ്പിരിറ്റ് ഗീവ്സ് പവർ ഫോർ ഡെയിലി ലിവിങ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ദിവസം തോറും ജീവിക്കാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്നു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ വീട്ടമ്മമാരും കേൾക്കുക. സാധാരണ ജോലി ചെയ്യുന്ന, എനിക്ക് ദൈവവേലയില്ല, അതില്ല എന്നൊക്കെ പറയുന്ന എല്ലാവരും കേൾക്കുക. ദിവസം തോറും ജീവിക്കാനുള്ള ശക്തി പോലും നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:8 പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ദിസ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് മിനിസ്ട്രി. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ ശക്തീകരണം. ദ സ്പിരിറ്റ് എംപവേഴ്സ് ബിലീവേഴ്സ് ടു ഓവർകം ടെംപ്ടേഷൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കൂ. ഇനി പറയാൻ ശ്രദ്ധിക്കുക, ടു ലവ് ഡിഫിക്കൽട്ട് പീപ്പിൾ. ചിലരൊക്കെ നമുക്ക് സ്നേഹിക്കാനേ പറ്റില്ല, വെറുപ്പ് വരും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ സ്നേഹിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്ത് വരണം. ചില ആളുകളൊക്കെ നമുക്ക് ഇഷ്ടമാണ്, നോ, പക്ഷെ അവർ സുവിശേഷം കേൾക്കണ്ടേ, അവരെ സ്നേഹിക്കണ്ടേ. എൻജൂർ ട്രയൽസ്, വലിയ പരിശോധനകൾ വരുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ശക്തി വേണ്ടേ. വാക്ക് ഇൻ ഹോളിനെസ്, വിശുദ്ധിയിൽ ജീവിക്കാൻ സ്വന്തം ശക്തിയിൽ പറ്റുമോ? പത്രോസ് പറഞ്ഞ പോലെ, നിന്നോടുകൂടെ മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് ആദ്യം ഓടിയത് ക്രൂശിൻ്റെ അടുക്കൽ. അവൻ ആദ്യം അങ്ങോട്ട് വരാതെ ഓടി. അതുപോലെ വിശ്വസ്തരായി നാം അവസാനം വരെ നിൽക്കണമെങ്കിൽ നമ്മുടെ അകത്ത് നമുക്ക് ശക്തി ആവശ്യമാണ്. ഗലാത്യലേഖനം 5:16 വാക്ക് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നെഴുതിയിരിക്കുന്നു. റോമാലേഖനം 8-ാം വചനങ്ങളിൽ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. എസെക്കിയേൽ 36:27, എഹെസ്കേൽ 36:27 I will put my spirit in you and move you to follow my decrees. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങൾ അനുസരിക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുവരെ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാതിരുന്നുകൊണ്ട് പഴയ നിയമത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ ശക്തിയിൽ കൽപ്പനകൾ അനുസരിക്കാൻ ഒന്നും സാധ്യമല്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ശക്തി അകത്ത് വന്ന് ദൈവത്തിൻ്റെ ലോ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്ത് ഇൻബിൽറ്റാക്കി മാറ്റുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, വ്യക്തിപരമായൊരു ചോദ്യമാണ്. എത്ര പേർക്ക് ഹാർട്ടുണ്ട് ഇവിടെ? തപ്പി നോക്കി, അടിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ഹാർട്ട് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഒരു പ്രത്യേക ആവശ്യം വരുമ്പോഴാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ എല്ലായ്പ്പോഴും ജീവൻ നൽകുന്ന രക്തം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടെത്തിക്കാൻ ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇൻറ്റൻഷണൽ പോലുമല്ല. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ശക്തി പകരാൻ വേണ്ടി അകത്ത് എല്ലായ്പ്പോഴും
വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പെർമിഷൻ കൊടുക്കണോ? നമ്പർ 4, പവർ ഇസ് ഗിവൺ ഫോർ വിറ്റ്നസ് ആൻഡ് കിങ്ഡം ഇമ്പാക്റ്റ്. ഈ ശക്തി, ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ മേൽ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോസ്തലപ്രവൃത്തികൾ 1:8 തന്നെ നമ്മൾ വായിച്ചു. ഇറ്റ് ഈസ് ഗിവൺ ഫോർ വിറ്റ്നസ് ആൻഡ് കിങ്ഡം ഇമ്പാക്റ്റ്. സാക്ഷികളാകാനും ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വലിയ സ്വാധീനം ഈ ഭൂമിയിൽ ഉണ്ടാക്കാനുമായിട്ടാണ് ഈ ശക്തി നമ്മുടെ മേൽ വരുന്നത്. ജീസസ് കണക്റ്റഡ് പവർ വിത്ത് പർപ്പസ്. യേശു കർത്താവ് ഈ ശക്തിയെ ഉദ്ദേശ്യവുമായി കണക്ട് ചെയ്തു. എന്തിനു വേണ്ടി ഈ ശക്തി നിങ്ങളുടെ മേൽ വരുന്നു എന്നത് കർത്താവ് ആദ്യമേ തന്നെ പറഞ്ഞു. യു വിൽ ബി മൈ വിറ്റ്നസസ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദ ഹോളി സ്പിരിറ്റ് എംപവേഴ്സ് ബിലീവേഴ്സ് ടു മേക്ക് ക്രൈസ്റ്റ് known. ക്രിസ്തുവിനെ എല്ലായിടത്തും അറിയിക്കുവാൻ, ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകം മുഴുവൻ എത്തിക്കുവാൻ വേണ്ടി, അഥവാ ലോകം മുഴുവൻ പ്രസംഗിക്കുവാൻ, സാക്ഷികളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തി പകരപ്പെടുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 4:20 we cannot help speaking about what we have seen and heard. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതുമായ ഈ വചനം ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ സാധ്യമല്ല. അതായത് ഈ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലൊക്കെ ഈ അപ്പോസ്തലന്മാരെ കൊണ്ടുപോയി നിർത്തുമ്പോൾ അതുകൊണ്ട് ഈ നാമത്തിൽ ഇനി, യേശുവിൻ്റെ നാമത്തിൽ ഇനി മേലിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് അവരുടെ പ്രതികരണമാണ്, ഞങ്ങൾക്കൊരിക്കലും ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ അനുസരിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങളിത് പ്രസംഗിക്കും. ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം അകത്തൊരു എൻജിൻ ഇരിക്കുകയാണ്, സ്പിരിച്വൽ എൻജിൻ അകത്തിരിക്കുകയാണ്. റോമലേഖനം 1:16 പറയുന്നത്, പൗലോസ് പറയുന്ന സുവിശേഷത്തെക്കുറിച്ച്, ഞങ്ങൾക്ക് ലജ്ജയില്ല, അത് സകലർക്കുമുള്ള, രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ദൈവശക്തിയാണ്. ആ ശക്തിയാണ് ഞങ്ങളിൽ ഇരിക്കുന്നത്. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. സകലരുടെയും മുമ്പിൽ ലോകത്തിൽ നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ പവർ ഈസ് നോട്ട് ഗിവൺ ഫോർ പേഴ്സണൽ ഡിസ്പ്ലേ ബട്ട് ഫോർ കിങ്ഡം സർവീസ്. വ്യക്തിപരമായ നമ്മുടെ വ്യക്തിപ്രഭാവമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം ദൈവരാജ്യത്തിൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകപ്പെടുന്നത്. സോ നമുക്ക് ആ രീതിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പവർ ഫ്രം ഓൺ ഹൈ, ഉയരത്തിൽ നിന്നുള്ള ശക്തി. കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തി ലഭിക്കട്ടെ. ആഗ്രഹമുള്ള പലരും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക, ആഗ്രഹത്തോടെ ഇരിക്കുക. ആർക്കെങ്കിലും ഈ ദൈവശക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ ദിസ് ഇസ് ഫ്രീ. ഇതിന് ഓഫറിങ് വേണ്ട, ഇതിന് ഗോഡ്സ് പോർഷൻ കൊടുക്കേണ്ട, ഇതിന് സംഭാവന വേണ്ട, ഇതിന് വേണ്ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ടോട്ടലി ഫ്രീ. വേണ്ടത് ഞാൻ പറയാം, ദാഹം. കാരണം ദാഹിക്കുന്നവർക്കാണ് കർത്താവ് കൊടുക്കുന്നത്. വിശ്വാസം, കാരണം വിശ്വസിക്കുന്നവർക്കാണ് കർത്താവ് പകരുന്നത്. സോ ദാഹം വേണം, വിശ്വാസം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ സകല ജഡത്തിൻ്റെ മേലും അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിന് പകരും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശരീരങ്ങളുടെ മേലും വന്നിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഇത് കർത്താവ് ഈ സമയത്ത് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മുറികളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെ ശക്തീകരിക്കുന്നതിനായി, ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ അവകാശത്തെ അങ്ങ് ശക്തീകരിക്കുന്നതിനായി നന്ദി പറയുന്നു. അതേ ശക്തി അവരുടെ ശരീരത്തിലെ രോഗങ്ങളെ സൗഖ്യമാക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞുപോട്ടെ, ദുർഭൂതങ്ങൾ വിട്ടുപോട്ടെ, ഇരുളിൻ്റെ ശക്തികൾ മാറിപ്പോട്ടെ, മരണചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.